ആടിക്കോളൂ, കൊതി തീർന്നവരെ ആടിക്കോളൂ. വെൽക്കം ബാക്ക് ടു സുബാവ വ്ളോഗ്സ്. അപ്പം ഈ കണ്ട സീനൊക്കെ രാവിലെ എണീറ്റ് വന്നു. അതായത് സൺഡേ ആയതിനെ കൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ കുറച്ച് അതിവിശാലമായിട്ട് ഊഞ്ഞാലിലൊക്കെ ഇരുന്ന് ആടി അടുക്കളയിലേക്ക് കയറുന്നത്. അല്ലെങ്കിൽ നേരെ ഓട്ടം പിടിക്കുന്നത് കിച്ചണിലേക്കായിരിക്കും. പിന്നെ വന്ന പാടെ തന്നെ ഞാൻ തലേദിവസം കഴുകി വെച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് അതിനകത്ത് നിന്ന് എടുത്ത് മാറ്റി, അല്ലെങ്കിൽ ബാക്കി കഴുകി വെക്കുമ്പോൾ ഇങ്ങനെ കുന്നുപോലെ കൂടി വരികയുള്ളൂ. പിന്നെ നമുക്ക് രണ്ടുപേർക്കുള്ള ചായ ഉണ്ടാക്കി നമ്മൾ രണ്ടും കൂടെ വീണ്ടും വന്നിരുന്ന് കാര്യം കഥയൊക്കെ പറഞ്ഞ് ഇരുന്ന് ചായ കുടിക്കുകയാണ് കേട്ടോ. സൺഡേ, സാറ്റർഡേ, സെക്കൻഡ് സാറ്റർഡേ മാത്രം നടക്കുന്ന കലാരൂപമാണ് ഇങ്ങനെ സമാധാനത്തെ രണ്ടുപേരും കൂടെ ഇരുന്നോണ പറഞ്ഞ് ചായ കുടിക്കുക. അങ്ങനെ നമ്മൾ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പം എൻ്റെ കുട്ടൻ അവിടെ കിടന്ന് വിളിക്കുന്നു, ചിച്ചു ചിച്ചു. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഈശ്വര രാവിലെ എണീറ്റു. പിന്നെ ഇപ്പം അവൻ രാവിലെ എണീക്കാനായിട്ട് അവനും ഞാനൊരു റൂട്ടിൽ കൊണ്ടുവന്നുകൊണ്ട് അവൻ രാവിലെ എണീക്കാനായിട്ട് നോക്കും കേട്ടോ. കാരണം ജൂൺ തുടങ്ങിക്കഴിഞ്ഞാൽ സ്കൂളിലേക്ക് പോകണം. സോ അറിയാമോ, ഞങ്ങൾ ഇന്നലെ മഴയത്ത് പോയി വാങ്ങിച്ച ക്ലേ ആണ് ഗായ്സ്. അവിടെ ഉറക്കത്തിൽ എൻ്റെ കുട്ടി ഉണർന്നിരിക്കുകയാണ്. എണീൻ്റെ പാടെ ചോദിച്ചു ഇന്നലെ വാങ്ങിച്ച ക്ലേ എവിടെയെന്ന്. ഞങ്ങളിനി പാമ്പിനെ ഉണ്ടാക്കും, ഷാർക്കിനെ ഉണ്ടാക്കും അല്ലേ വസു? മുടി വെട്ടണ്ട ഏട്ടാ. അങ്ങനെ വസുവിനെ കളിപ്പിച്ചിട്ട് ഞാൻ വീണ്ടും വന്ന് അടുക്കളയിൽ കയറിയിട്ടാ. അടുക്കള കയറി ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷനൊക്കെ ആയിരുന്നു. അപ്പവും ഒരു ഗ്രേവിയും, ഒരു ഉള്ളി തക്കാളി വെച്ചിട്ടൊരു ഗ്രേവി. അപ്പം ഞാൻ കാപ്പി ഉണ്ടായിക്കൊണ്ടിരുന്നപ്പോഴേക്കും അമ്മ വന്നു. അപ്പം നമ്മൾ ഒരുപാട് നേരത്തെ ഒന്നുമല്ല, ലേറ്റ് ആയിരുന്നു. കാരണം സൺഡേ നമ്മൾ ലേറ്റ് ആയിട്ടാണ് എണീക്കാറ്. സോ ഒരു 9 മണിക്കാണ് ഞാൻ എണീറ്റത്. ഫസ്റ്റ് എണീറ്റൊന്ന് ഇപ്പോൾ 10 മണിയായി. പിന്നെ ആടിപ്പാടി നിന്ന് നമുക്ക് വേറെ കുറച്ചു ഗസ്റ്റ്, ചേട്ടൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സമയം പോയി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കാപ്പിയൊക്കെ ഉണ്ടാക്കി കഴിച്ചു. പിന്നെ അമ്മ കൊണ്ടുവന്നിട്ടുള്ള ബാഗ് നമ്മൾ അൺബോക്സ് ചെയ്യാണ്. അപ്പോൾ അമ്മ ഊട്ടി പോയിട്ട് വന്നപ്പോൾ കുറേ ചോക്ലേറ്റ് മേടിച്ചു വന്നിട്ടുണ്ടായിരുന്നു. ഞാനും ബസ്സും ഭയങ്കരമായ ചോക്ലേറ്റ് ലവേഴ്സാണ്. സോ അമ്മ ചോദിച്ചു എന്ത് വേണമെന്ന്. ഞാൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ട, കുറച്ച് മുട്ടായി വാങ്ങിച്ചിട്ട് വന്നാൽ മതി എന്ന്. അങ്ങനെ അമ്മ അവിടെ ചോക്ലേറ്റ് ഫാക്ടറി പോയപ്പം മുട്ടായി വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ. അങ്ങനെ അതും ബസ്സുന് കൊണ്ടുവന്ന് കുറേ പാപ്പങ്ങളും എല്ലാം നമ്മൾ അരിച്ചു പെറുക്കി നോക്കി എന്തൊക്കെയാണ് ഐറ്റംസ് ഒന്നും. പിന്നെ അത് വന്ന പാടെ ഇപ്പം എപ്പോഴും ഞാനല്ലേ ഉണ്ടാക്കുന്നത്. സോ ഞാൻ വിചാരിച്ചു അമ്മയെ കൊണ്ട് ഇന്ന് എന്തെങ്കിലും ഉണ്ടാക്കിക്കാന്ന്. മീൻസ് ചിക്കൻ. നമ്മൾ അമ്മ ഉണ്ടാക്കുന്നത് വേറെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ, അതാണല്ലോ നമ്മുടെ ഫേവറേറ്റ്. അങ്ങനെ ഉള്ളിയൊക്കെ ഞാൻ നമ്മുടെ മിക്സിയിലാണ് കേട്ടോ ചെയ്യുന്നത്. നല്ല സൂപ്പറായിട്ട് കിട്ടും, നല്ല കുനുകുനാ അരിഞ്ഞ് കിട്ടും. അപ്പം ഞാൻ പറഞ്ഞ അമ്മ ചിക്കൻ കറി വെക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അമ്മ ചിക്കൻ കറി വെക്കാനായിട്ട് കയറി കേട്ടോ. അപ്പം എപ്പോഴും ഞാൻ ഉണ്ടാക്കുന്നത് കഴിച്ച് ഞാൻ മടുത്തല്ലോ. അപ്പം ഏട്ടൻ മടുത്തോ ഇല്ലയോ, എന്തോ മടുത്ത കാണുമായിരിക്കും. ഞാൻ മടുത്ത് പിന്നെ ഏട്ടൻ മടുകരിക്കും. സോ അമ്മയുടെ ചിക്കൻ കറി നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. എപ്പോഴും അമ്മമാർ വെക്കുന്നത് കുറച്ചു വേറൊരു ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ മറ്റേ അമ്മ എപ്പോഴും ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ വെക്കുന്നത്. ആ എണ്ണയിലാണ് അമ്മ ബാക്കിയും എണ്ണയും മറ്റേ സവാളയും എല്ലാം സോട്ട് ചെയ്ത് കറി ഉണ്ടാക്കുന്നത്. അത് വേറൊരു ടേസ്റ്റാണ്. എനിക്കിഷ്ടമാണ് ഇങ്ങനെ ഫ്രൈ ചെയ്ത് വയ്ക്കണ കറി. ഹെൽത്തി ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ അതിനുശേഷം പിന്നെ അമ്മ കൊണ്ടുവന്നതാണ് കേട്ടോ അച്ചാറ്. ഞാൻ വീട്ടിൽ അച്ചാറൊന്നും ഇടാറില്ല, അമ്മയാണ് എനിക്ക് ഉണ്ടാക്കി കൊണ്ടു തരുന്നത്. അമ്മ വലിയ പീസായിട്ടാണ് ഇപ്രാവശ്യം അച്ചാറിട്ട് കൊണ്ടു തന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പഴുത്ത മാങ്ങയാണ്. സോ അതൊക്കെ നിന്ന് ഞാൻ നല്ല ഗുമ്മനെ കഴിക്കുകയാണ് കേട്ടോ. അപ്പം അമ്മ ചോദിക്കുക എങ്ങനെയുണ്ടെന്ന്. അമ്മയ്ക്ക് ഇങ്ങനെ സൂപ്പറാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമാണ്. പിന്നെ അതിനുശേഷം ഞാൻ പെട്ടെന്നൊരു തേങ്ങയൊന്നും അരയ്ക്കാത്ത ഒരു മോര് കറിയുടെ ഉണ്ടാക്കി. അപ്പം ഇപ്പുറത്ത് ചിക്കൻ കറി വേഗമൊന്നും ഞാൻ ഇപ്പുറത്ത് എന്താ ഉണ്ടാക്കുന്നത്, മോര് കറി. അങ്ങനെ ചിക്കൻ കറി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏട്ടൻ വന്നേട്ടാ. വേഴിഞ്ഞും കൊടുത്ത പഠിച്ചുകൂടായതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു എക്സ്പ്രഷൻ. അപ്പം ഏട്ടൻ വീഡിയോ എടുക്കല്ലേ എന്ന് പറയുന്നത് ഏറ്റവും ഷർട്ട് ഇട്ടില്ല അത്രേ. അതിനുശേഷം പിന്നെ അമ്മ കൊണ്ടുവന്നതാണ് കേട്ടോ ഈ മാങ്ങകള്. നല്ല മാങ്ങയാണ്. ഇതിന്റെ തോടിന് കുറച്ച് കട്ടിയുണ്ടെങ്കിൽ ഇത് പഴുത്ത് കഴിഞ്ഞ് എന്ത് ടേസ്റ്റാന്നറിയോ. പിന്നെ നമ്മൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ചോറ് കഴിക്കാനുള്ള ഒരു തത്രപ്പാടിലായി. അപ്പോൾ വസു ഇവിടെ ഇരുന്ന്
കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വസുവിന് ഏത് വിധത്തിലും അമ്മയുടെ കൂടെ പോകണം. അതുകൊണ്ട് അമ്മയുടെ ബാഗിനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അന്നെങ്കിൽ അമ്മ പോകാൻ പാടില്ല, അല്ലെങ്കിൽ പോകുമ്പോൾ അവനെ കൂടി കൊണ്ടുപോകണം. അതുകൊണ്ട് ബാഗിനകത്താണ് വസു കയറിയിരിക്കുന്നത്. പിന്നെ അമ്മാമ്മയും മകനും കൂടെയുള്ള കളിയാണ് ബാഗിനകത്ത് കയറ്റി വെച്ചിട്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു കുറച്ച് ചിക്കൻ കറിയിലേക്ക് ഒന്ന് താളിച്ചുകൂടി ഒഴിക്കുക, അത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് കുറച്ച് കടുകും പിന്നെ കുറച്ച് അധികം ഉള്ളി ചേർത്തിട്ടുണ്ട് കേട്ടോ. അമ്മ പറഞ്ഞതൊരു പ്രത്യേക ടേസ്റ്റാണ്, ഞാനിപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, നീ കഴിച്ചു നോക്കുമെന്ന് പറഞ്ഞു. അപ്പം വീണ്ടും വസു ബാഗായിട്ട് വന്ന് അമ്മ പോവണ്ട, പോവുകയാണെങ്കിൽ ഞാനും കൂടി വരും. അപ്പം അവൻ ഇട്ടിട്ട് പോയാലെന്ന് ഓർത്തിട്ടാണ് അവൻ ഈ ബാഗും കൊണ്ട് നടക്കുന്നത് കേട്ടോ. അതിനുശേഷം പിന്നെ നമ്മുടെ കറിയൊക്കെ റെഡിയായി, നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അങ്ങനെ. പിന്നെ അതിനുശേഷം നമ്മൾ അമ്മ കൊണ്ടുവന്ന മാങ്ങയെല്ലാം കട്ട് ചെയ്ത് വെച്ചു കേട്ടോ, ഭക്ഷണം കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. നല്ല രസമാണ് ഈ മാങ്ങ കഴിക്കാൻ. ഞാൻ ജ്യൂസും ഉണ്ടാക്കാറുണ്ട്, ഇത് വെച്ചൊരു ഷേക്ക് ഉണ്ടാക്കും. പിന്നെ വസുവിന് പറ്റിക്കാൻ വേണ്ടിയിട്ട് തണുപ്ലസ് ഐസ്ക്രീം ഇതൊക്കെ ഉണ്ടാക്കി പറ്റിക്കാറുണ്ട് ഈ മാങ്ങ വെച്ചിട്ട്. അങ്ങനെ വസുവിന് ഇഷ്ടമാണ്. വസു ആകെ ഫ്രൂട്ടിൽ കഴിക്കുന്ന ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ മാങ്ങ. അവന് മാങ്ങ എന്തോ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ വീട്ടിൽ കൊടുത്താൽ കഴിക്കില്ലായിരുന്നു. നഴ്സറി പോയതിന് ശേഷമാണ് കേട്ടോ ഈ ഫ്രൂട്ട്സ് കഴിക്കുക, മാങ്ങ കഴിക്കുക എന്നുള്ള ഒരു ശീലം കിട്ടിയത്. അപ്പം ഞാൻ നഴ്സറി ചെല്ലുമ്പോൾ ടീച്ചറാണ് പറഞ്ഞത് വസുവിന് മാങ്ങ കുട്ടികളുടെ അടുത്തുനിന്ന് അവൻ കഴിക്കുന്നുണ്ട്, ഒരു ഷെയർ ചെയ്ത് കഴിക്കുന്നുണ്ട്. അപ്പം പിന്നെ ഞാൻ എപ്പോഴും മാങ്ങയുടെ കാര്യം പറയുമ്പോൾ അമ്മ കൊണ്ടുവരും, ഏട്ട മേടിച്ചിട്ട് വരും. അതിനുശേഷം നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നു. ചിക്കൻ കറി, നമ്മുടെ ഈസി പീസി ആയിട്ടുള്ള മോര് കറി, തേങ്ങ ഒന്നും അരയ്ക്കാണ്ട്, ജസ്റ്റ് തേങ്ങയില്ല അത്രേ ഉള്ളൂ, തേങ്ങയില്ലാണ്ട് ബാക്കിയെല്ലാം ചേർത്തിട്ടുള്ള ഒരു നല്ലൊരു മോര് കറി കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അമ്മ കൊണ്ടുവന്നിട്ടുള്ള മാങ്ങാച്ചാറ്, ഇത്രയും കുശാലായിട്ട് നമ്മൾ ഊണ് കഴിച്ചു. ഇപ്പോഴും ഞാൻ തലേദിവസം ഉണ്ടാക്കിയ മീൻ കറിയുടെ അരപ്പുണ്ടെന്ന് പറഞ്ഞപ്പോഴേക്ക് അമ്മ പറഞ്ഞു അമ്മയ്ക്ക് അത് വേണമെന്ന്. അമ്മയ്ക്ക് ഇഷ്ടമാണ് തലേദിവസത്തെ ലെഫ്റ്റ് ഓവർ മീൻ കറിയുടെ ബാക്കി സാധനങ്ങളൊക്കെ. അങ്ങനെ അമ്മ അതും കഴിച്ചു. പിന്നെ നമ്മൾ കുറച്ച് നേരം എല്ലാവരും കൂട്ടി കാര്യം പറഞ്ഞ് കുറച്ച് നേരം മറക്കിടുന്നു. അതിനുശേഷം നമ്മൾ എന്താ ചെയ്തത്, പോവാൻ റെഡിയായി. നമ്മളല്ല, അമ്മ. ഇപ്പോൾ വസു ഉറങ്ങിയിരുന്നു. ഞാൻ പറഞ്ഞ അമ്മ വിളിച്ചുണർത്തി പറഞ്ഞിട്ട് പോകുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ എനിക്കിവിടെ ഒരു ചെവിത്തല തരില്ല. അമ്മാമ്മ എവിടെ, എന്നെ എന്താ കൊണ്ടുപോകാമെന്ന് ചോദിച്ച് കരഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ കരഞ്ഞി ബഹളം ഉണ്ടാക്കുന്ന സീനാണ്. അവന് കൂടെ പോകണം, അവൻ അമ്മയുടെ കൂടെ ട്രെയിനിൽ കയറി പോവാന്നൊക്കെയാണ് നമ്മൾ തരുന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഇതുവരെ വിട്ടിട്ടില്ല, പിന്നെ അടുത്ത് ദൂരവും അല്ല. സോ അവൻ പിന്നീട് സമ്മതിച്ചതെന്ന് വെച്ചാൽ ഞാൻ ബസ് സ്റ്റോപ്പ് വരെ കൊണ്ടാക്കിയിട്ട് വരാമെന്ന്. പിന്നെ മഴേനെ കൊണ്ട് റെയിൻകോട്ടൊക്കെ ഇട്ട് പോവാൻ നിൽക്കുകയാണ് കേട്ടോ ആള്. പോണ്ട പോണ്ട, ഞാൻ കയ്യും, ഞാൻ വച്ചു കയ്യും. അമ്മയല്ലേ, ഞാൻ വിടൂല്ല എന്റെ മമ്മീനെ. ബൈ വസു, ബൈ പറയും. ബൈ ബൈ ബൈ. അമ്മ പോയി ഗൈസ്. സോ നമുക്ക് കുറച്ച് വിഷമിച്ചിരിക്കാം അല്ലേ. അങ്ങനെ അമ്മ ദൈവം പോയി. വരുമ്പം ഒരു സന്തോഷമാണെങ്കിലും പക്ഷെ പോകാൻ നേരത്ത് ഭയങ്കര വിഷമമാണ്. പിന്നെ അച്ഛൻ ഒറ്റയ്ക്ക് ഉള്ളത് കൊണ്ടാണ് അമ്മ പിന്നെ നിൽക്കാത്തത്. അച്ഛന് കാലം വയ്യാത്തതുകൊണ്ട് അച്ഛനങ്ങനെ ട്രാവൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ അച്ഛൻ ആകെ കുറേ എനിക്കൊന്ന് 1 year മേലെ കൂടിയിട്ട് വന്നത് നമ്മുടെ ഹൗസ് വാമിങ്ങിനാണ്. അച്ഛന് ട്രാവൽ ചെയ്യാൻ പറ്റില്ല ട്രെയിനിലും ബസ്സിലൊന്നും.
അപ്പോൾ അച്ഛനെ ഒറ്റയ്ക്കാക്കിയിട്ട് അമ്മയ്ക്കൊന്നും നിൽക്കാനും പറ്റില്ല. അതുകൊണ്ട് അമ്മ ഇങ്ങനെ ഒരു 11 മണിയാകുമ്പോൾ വരും. ഒരു 4-5 മണിയാകുമ്പോൾ അമ്മ അങ്ങ് തിരിച്ചു പോകും. ഇതാണ് അമ്മ ഇപ്പം. പിന്നെ ബസ് ഭയങ്കര ബഹളമായതുകൊണ്ട് അവൻ കൂടെ പോയിട്ടാ. അവൻ അമ്മയുടെ കൂടെ അങ്ങ് ആലപ്പുഴ പോകണമെന്ന് പറഞ്ഞിരുന്നു. ഇതുവരെ അങ്ങനെ കൊണ്ടുപോയിട്ടൊന്നുമില്ല. അവനാണ് ഇന്ന് ഭയങ്കര ബഹളം. ശരിക്കും അവൻ ഉറങ്ങായിരുന്നു അമ്മ പോകാൻ റെഡിയായപ്പോൾ. അപ്പം ഞാൻ പറഞ്ഞു, അമ്മ ഉണർത്തി പറഞ്ഞിട്ട് പോകുന്നതാണ് നല്ലത്, എൻ്റെ ആരോഗ്യത്തിന് നല്ലത്. അല്ല ഇവിടെ കിടന്ന് കരഞ്ഞ് വിളിച്ച് എനിക്കൊരു സമാധാനവും തരാതിരിക്കും. അങ്ങനെ അമ്മ വിളിച്ച് പോണ് മക്കളെ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവന് കൂടെ പോകണം. അറ്റ്ലീസ്റ്റ് ആ ബസ് സ്റ്റോപ്പ് വരെങ്കിലും കൊണ്ടുപോകുന്നതായി ലാസ്റ്റ്. പിന്നെ മഴ പെയ്യുന്നുണ്ടായിരുന്നു ചെറുതായിട്ട്, നല്ലൊരു മഴ കഴിഞ്ഞൊരു സമയം. പിന്നെ ചെറുതായിട്ട് ഇങ്ങനെ ചാറിയുന്നതുകൊണ്ട് റെയിൻകോട്ടൊക്കെ ഇട്ടാണ് പറഞ്ഞു വിട്ടത്. ഇനി അവിടെ ചെന്ന് എന്ത് ബഹളം ഉണ്ടാക്കുമെന്ന് അറിയില്ല കേട്ടോ ബസ് സ്റ്റോപ്പിൽ നിന്നിട്ട്. സോ ഇനി നമുക്ക് ഇച്ചിരി പുറത്തേക്ക് പോകണമെന്നുണ്ട്. ഇന്നലെ വസുവിൻ്റെ മാമന്മാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടി പോകാൻ ആര് വീട്ടിൽ വന്നാലും അവരോട് പോകണം, അത് ഞങ്ങൾക്ക് മസ്റ്റാണ്. അപ്പോൾ ഇന്ന് അങ്ങോട്ടേക്ക് പോയാലോ എന്നൊരു പ്ലാൻ ഉണ്ട്. പക്ഷേ മഴ കാണിക്കാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പോവുകയാണെങ്കിൽ. പക്ഷെ മഴ ഇങ്ങനെ നിൽക്കുന്നതിനെ കൊണ്ട് പുറത്തോട്ട് ഇറങ്ങാനേ ഒരു സുഖമില്ല. ഇപ്പോഴും നല്ല സൺലൈറ്റുള്ള ഒരു കാലാവസ്ഥയാണ് നല്ലത്. എസ്പെഷ്യലി തുണി ഉണങ്ങാൻ. തുണി കഴുകിയിട്ട് 2-3 ദിവസമായിട്ടുണ്ട്. ഈ മഴ കാരണം തുണി തൊട്ടിട്ടേ ഇല്ല. ഞാൻ പണ്ട് ഇങ്ങനെ തുണി ഇങ്ങനെ ടംപ് ചെയ്ത് വയ്ക്കുന്ന ഒരു കൈൻഡ് ഓഫ് പേഴ്സൺ ആയിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഈ ഡെയിലി തുണിയൊക്കെ നനച്ച് നല്ലൊരു റൂട്ടീൻ കൊണ്ടുവരാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മഴ എന്നെ ചതിച്ചു ആശാനെ, പറ്റണില്ല കഴുകാൻ. ഭയങ്കര മഴയെ കൊണ്ട് ഉണങ്ങേയില്ല. പിന്നെ ഈ ഇങ്ങനെ നനഞ്ഞ് ഉണങ്ങുമ്പോഴേക്കും ഒരു മാതിരി ഒരു സ്മെല്ലുണ്ടാവും. പിന്നെ അതിന് വീട്ടിൽ കഴുകാനായിട്ട് എപ്പോഴായിട്ടും അത് പറ്റില്ല. ആര് 2 അതിഥികൾ ഓടി വരണുണ്ട് കേട്ടോ. ഐ വിൽ ഷോ പറഞ്ഞത് എങ്ങോട്ടാ പോടുന്നു. നല്ല അനുസരണയുള്ള പട്ടികൾ പോകാൻ പറഞ്ഞപ്പോൾ തിരിച്ച് അതേ വഴി പോയി. ഇതെന്ത് മേടിച്ച് അമ്മയെ കൊണ്ട് മേടിപ്പിച്ചതാ? ഇതെന്തോന്ന് വസു നീ? ഇതെന്തോന്നിത്? കരഞ്ഞ അവിടെ നിന്ന് കൂടെ പോകാൻ പൈസ കൊടുത്തു മുട്ടായി വാങ്ങാനായിട്ട്. അപ്പം അടുത്ത ബേക്കറിന്റെ അടുത്ത് ഇതല്ലേ കട. ഇറങ്ങി പാവക്കുട്ടിക്ക് കളിപ്പാട്ടം ഒന്നും മേടിച്ച് കൊടുക്കൂല ഗായ്സ്. നമ്മൾ മഴ ആയതുകൊണ്ട് നമ്മൾ എവിടെ പോയാലും റെയിൻകോട്ട് 3 റെയിൻകോട്ട് കൂടി എടുക്കട്ടെ കൊണ്ടുപോകുന്നു. ഊണം കണ്ടങ്ങ് ആസ്വദിച്ച് ചിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇത്തിരി ആര്യങ്കോട് വരെ പോകണം. പിന്നെ നമ്മുടെ ശ്വേതേട്ടൻ ഹോസ്പിറ്റലാണ്. അപ്പോൾ വസുവിന് ഈ കോവിഡൊക്കെ ഉണ്ട്, നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണില്ല. വസുവിനെ ജസ്റ്റ് ഒന്ന് നമുക്ക് അനുമാമൻ്റെ 2 അനുമാമന്മാർ ഹോസ്പിറ്റലുണ്ട്. അപ്പം അവരിറങ്ങുമ്പോഴേ വസുവിനെ നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യാം. നമുക്ക് എന്നിട്ട് ഹോസ്പിറ്റലിൽ കയറാം. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു തോടാണ് കേട്ടോ. നല്ല തെളിഞ്ഞ വെള്ളമാണ്. പക്ഷെ ഇപ്പം എന്തോ ഇച്ചി വെള്ളമായിട്ടുണ്ട്. മഴയുണ്ട്, കലക്ക വെള്ളം. പിന്നെ നമ്മൾ വസുവിൻ്റെ ഷോയിലിനെ അനുമാമൻ്റെ വീട്ടിൽ വന്നു, ഷോയിലിനെ കണ്ടു. അപ്പം അവനുമായിട്ട് കുറേ നേരം നിന്ന് കളിച്ചു കേട്ടോ. കാരണം 2-3 ആഴ്ചയായി ഇവർ 2 നമ്മൾ മീറ്റ് ചെയ്തിട്ട്. സോ അതിനെ കണ്ടതിനെ കൊണ്ടുള്ള ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട്. അതൊന്നുമില്ല. അങ്ങനെ നമ്മൾ പോവാൻ ഇറങ്ങി. അവിടുന്ന് എവിടെ പോണാ? സ്കൂളിലാണോ അംഗനവാടിയിലാണോ? അത് കഴിഞ്ഞ് നമ്മൾ അപ്പച്ചിയുടെ വീട്ടിൽ വന്നു. അപ്പച്ചിയെ മാമനെ കണ്ടിട്ട് കുറേ ദിവസമായി. സോ അപ്പച്ചിയെ കാണണമെന്ന് വസു പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് വന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്നും പോവാനായിട്ട് ഇറങ്ങിയപ്പോൾ ഭയങ്കര മഴ പെയ്തതിനെ കൊണ്ട് ഒരു മഞ്ഞ് മൂടി നിൽക്കണ ഒരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ നമുക്ക് പിന്നെ കുറച്ച് സാധനം വാങ്ങാനായിട്ട് നമ്മൾ പോകും വഴി നമ്മുടെ സ്വന്തം കാട്ടാക്കട വിസ്മയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ മകനാണ് കേട്ടോ ഓരോന്ന് എടുത്തോണ്ടും തരുന്നതിന്.
ഈ ബെഡ്ഷീറ്റുകൾ എനിക്ക് പണ്ടേ വീക്ക്നെസ് ആണ്. ഞാൻ എടുത്ത് നോക്കും, പക്ഷെ മേടിക്കില്ല. ഇത് 599 799 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എടുത്ത് തള്ളിയിട്ട് പോന്നു. പിന്നെ അതിനുശേഷം നമ്മൾ എന്ത് മേടിക്കാൻ പോയി, കുറച്ചു വസുനല്ല, ഞാൻ എന്തോ മല്ലിയില എന്തോ മേടിക്കാനാണ് പോയത്. അപ്പോൾ പിന്നെ കുറേ നേരം എടുത്തു വെച്ചു. അതിന് ശേഷം വേണ്ടെന്നും പറഞ്ഞു. എങ്ങനെ അതിന് പ്രിസർവ് ചെയ്യാൻ നോക്കിയാലും ചില സമയത്ത് ഞാൻ വെക്കണ രീതി സക്സസ് ആകാറുണ്ട്, ചിലപ്പോൾ അത് നാശാവാറുണ്ട്. സോ ഞാൻ അതിനെ മാറ്റിയിട്ട് പിന്നെ പാല് മേടിക്കാനായിട്ട് വന്നു കേട്ടോ. ഇപ്പം മല്ലിയില കൈ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിലും ഞാൻ അതിനെ മാറ്റി. കാരണം ആ കുറച്ചൊരു വലിയൊരു കെട്ടായിരുന്നു അത്, അത്രയും നമുക്ക് വേണ്ട ക്വാണ്ടിറ്റി. പിന്നെ പാല് മേടിക്കാൻ വന്നു, പാൽ മേടിച്ചു. പിന്നെ അപ്പോഴേക്കണ്ട വസുവിന് അപ്പുറത്തിരിക്കുന്ന ഫ്രൂട്ടി വേണത്രേ. ഫ്രൂട്ടി എന്നും എൻ്റെ വസുവിൻ്റെ ഭയങ്കരമായ വീക്ക്നെസ് ആണ്. പിന്നെ അവന് ഫ്രഞ്ച് ഫ്രൈസ് വേണം എന്നും പറഞ്ഞ് അവിടെ നിന്നും. ഇത് വീട്ടിൽ കൊണ്ടുവന്ന് കഴിക്കുകയൊന്നുമില്ല. പിന്നെ ഞാൻ തന്നെ എല്ലാം കുത്തിക്കയറ്റി ഇങ്ങനെ തടി വെച്ച് ഞാൻ വരികയാണ്. പിന്നെ അത് ഞാൻ പറഞ്ഞു, വേണ്ട, നീ ആദ്യത്തെ ഒരു ഇത് മാത്രമേ ഉള്ളൂ, പിന്നെ നീ കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്താ ഐസ്ക്രീം നോക്കാനായിട്ട് വന്ന് നിൽക്കാനായിട്ട് ഇവിടെ. വേണ്ട വേണ്ട മതി മതി മതി, ഓറഞ്ച് മതി, ഓറഞ്ച് മതി. വസത് എന്തോന്ന് വസത്? ഗായ്സ്, നിങ്ങളിത് കാണുന്നത് ബാലവേല ചെയ്യിക്കുന്ന ഒരു യൂട്യൂബ് ബ്ലോഗറെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ട് വരുന്നത്. അവടുത്ത് വേണം ചോദിക്കും. കപ്പലണ്ടി അല്ല ഹസു, ഇതേ വേണ്ട, കുറെ മുട്ടായിരിക്കണം വീട്ടില്. അങ്ങനെ നമ്മൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കൂട്ടി നേരെ വീട്ടിലേക്ക് വന്നപ്പോഴേക്കും വസുവിന് പുട്ട് ഐസ്ക്രീം കഴിച്ചേ പറ്റുള്ളൂ ഈ മഴയത്ത്. പിന്നെ കൊതി പറയുമ്പോൾ എങ്ങനെ വാങ്ങിച്ചു കൊടുക്കാതിരിക്കാന്ന് ഓർത്തിട്ട് അങ്ങനെ നമ്മൾ പുട്ട് ഐസ്ക്രീം കഴിക്കുകയാണ് കേട്ടോ. ഇത് ആദ്യത്തെ ഒരു ഷോ ഓഫ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇവൻ. അതിനുശേഷം പിന്നെ ഞാനും ഏട്ടനും കൂടെ തന്നെ കഴിച്ചത്. അതിൻ്റെ ക്ഷീണം എനിക്ക് ഇതുവരെ മാറിയിട്ടില്ല. അങ്ങനെ പുട്ട് ഐസ്ക്രീമൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളിരുന്ന് ഫുഡ് കഴിക്കാനായിട്ടോ. ചപ്പാത്തി എല്ലാവരും പൊറോട്ട ഫോമിലാക്കിയിട്ടുണ്ട്, ആൻഡ് ചിക്കൻ കറി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച ശേഷം നമ്മൾ കിടന്നുറങ്ങാനുള്ള പ്ലാനാണ് കേട്ടോ. അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ്, ഒരു സൺഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് സുബാവ വ്ലോഗ്സ്.